വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചതോടുകൂടി CPIയിൽ നിന്ന് ഇറങ്ങി വന്ന 27 പേരിലുള്ള എല്ലാവരും മരിച്ചുപോയി. അപ്പോൾ ആരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് CPM ഉണ്ടായ കഥയെല്ലാം നമുക്കറിയാം. എന്തായാലും ഇപ്പോൾ വളരെ ഗൗരവതരമായ ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് CPI പോയിരിക്കുന്നത്. CPI മന്ത്രിമാർ രാജിവെക്കുമെന്നാണ് കേൾക്കുന്നത്. കാരണം മുന്നണിയിൽ ഇതിനെ തുടരുന്നതിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ, ഒരു ആത്മാഭിമാനമുണ്ടോ എന്നൊരു സ്ഥലത്തിലേക്കാണ് കാര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. പല വിഷയങ്ങളിൽ ഇപ്പോൾ ശിവശങ്കറിൻ്റെ വിഷയത്തിലായാലും CPI ഒരു നിലപാടെടുത്തു. പക്ഷേ ആ നിലപാടിനൊന്നും ഒന്നും കിട്ടിയില്ല. പിന്നെ MR അജിത് കുമാറിൻ്റെ കാര്യത്തിലൊരു നിലപാടെടുത്തു CPI. പക്ഷേ ആ നിലപാടൊന്നും ആരും മൈൻഡ് ചെയ്തില്ല. MR അജിത് കുമാറിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അത് വേറെ വഴിക്ക് പോയി, അത് അതിൻ്റേതായ ഒരു മെരിറ്റിൽ പോയി. പക്ഷേ അല്ലാതെ കൃത്യമായി CPI പറഞ്ഞ ലൈനിലൊന്നും ഒരു കാര്യവും വന്നില്ല. തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച്, പൂരം കലങ്ങിയതിനെ സംബന്ധിച്ച് വലിയ ബഹളമാണ് VS സുനിൽകുമാർ മുൻ മന്ത്രിയും CPIയുടെ ആളുകളൊക്കെ ബിനോയ് വിശ്വമൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ ഒരു കാര്യമില്ല, അത് CPMൻ്റെ മുമ്പിൽ വീണ്ടും കീഴടങ്ങുന്നതായി കണ്ടത്. ഇപ്പോൾ അവസാനമായി PM ശ്രീ പദ്ധതിയിലും ഇന്നലെ ഒരു രസകരമായ കാര്യം, ഇന്നലെ രാവിലെ CPMൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞതേ ഉള്ളൂ, അത് പിന്നെ കേന്ദ്ര കമ്മിറ്റി വേണമെങ്കിൽ ചർച്ച ചെയ്യും, CPIയുടെ നിലപാട് തന്നെയാണ് ഞങ്ങളുടെ എന്നൊക്കെ പറയാതെ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് CPI പറഞ്ഞു, ഇതാ ബിനോയ് വിശ്വത്തിനോട് പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു MA ബേബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് തന്നെയാണ് CPM നിലപാടെന്നൊക്കെ പറഞ്ഞെങ്കിലും രാത്രി സന്ധ്യയോടുകൂടി ഇന്നലെ വിദ്യാഭ്യാസ സെക്രട്ടറി കരാറിൽ ഒപ്പുവെച്ചു. PM ശ്രീ കരാറിൽ ഒപ്പുവെച്ചതോടുകൂടി CPIക്ക് ഒരു പണി കിട്ടി, MA ബേബിക്കും പണി കിട്ടി.